അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയവുമായി ഒരു പ്രഭാതത്തിൽ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് അജബുകൾ, അത്ഭുതങ്ങൾ ഈ ലോകത്തേക്ക് സമ്മാനിക്കുന്ന വെള്ളിയാഴ്ച പകലിലാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയ സർവേശ്വരനായ പടച്ച തമ്പുരാന് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ, സർവസ്തുതികളും അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനെ പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. മുത്ത് ഹബീബിന്റെ റൗള കാണാൻ ഇതൊരു കാരണമാക്കി അല്ലാഹ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പരിശുദ്ധവും പരിപാവനവുമായ അജബുകൾ ഒരുപാട് നിറഞ്ഞ മുഹറമിലെ ദിനരാത്രങ്ങൾ വിട പറയാൻ പോവുകയാണ്. അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നാം ഉള്ളത്. ഒരു പക്ഷേ ഇനി ഒരു വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ സഫർ മാസത്തിലായിരിക്കും. അള്ളാഹു മുഹറം കബൂലിയത്തിന്റെ പദവിയിലേക്ക് അള്ളാഹു നമുക്ക് എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വലാത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ മദീനയിലേക്ക് എന്നിലേക്ക് സ്വലാത്തുകളെ എത്തിക്കുന്ന പ്രവാചക അനുരാഗികൾ എന്നിലേക്ക് കൂടുതൽ അടുക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ദുആ ചെയ്തോ, അതിന് പ്രത്യേകം പരിഗണനയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. കുറേ വെള്ളിയാഴ്ചകളായി എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ഒരേ സ്വലാത്തുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്നും നമ്മുടെ ഒരു അത്ഭുതത്തിന്റെ സ്വലാത്ത് നമ്മൾ പഠിക്കുകയാണ്. അത്ഭുതത്തിന്റെ സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഖൈറാത്തുകളും നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് ഹബീബ് റൗള ഷരീഫിലേക്ക് നമുക്ക് കടന്നു പോകാൻ അള്ളാഹു വലിയ തൗഫീഖ് അള്ളാഹ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആരക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വലാത്ത് നമുക്കൊരു പിടിവള്ളിയാണ്. സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീക്കനലുകളിൽ പ്രാർത്ഥനാ സളിലം തളിച്ച ഏറ്റവും വലിയ നേട്ടമാണ് പരിശുദ്ധമായ സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ട് വേണം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. ആ സ്വലാത്ത് കൊണ്ട് വേണം നമുക്ക് മദീനയിലേക്ക് അടുക്കാൻ. ആ സ്വലാത്ത് കൊണ്ടാണ് ജീവിതവും മരണവും മരണാനന്തര ജീവിതവും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. സ്വലാത്താണ് എല്ലാത്തിനും പിടിവള്ളി. സ്വലാത്താണ് എല്ലാത്തിനും പിടിവള്ളി. ആ സ്വലാത്ത് കൊണ്ട് എല്ലാത്തിനും നേട്ടങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് കഴിയും. ആ സ്വലാത്ത് നമുക്ക് രക്ഷയാകണം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, ആ സ്വലാത്ത് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തരുന്നത്, സാധാരണ നമ്മൾ ചിലപ്പോൾ 100 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകും, 10 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകും, 101 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഒരു അതത് 300 എണ്ണമാണ്. പ്രത്യേകിച്ച് 300 സ്വലാത്ത് പതിവാക്കിയാൽ, ഏതെങ്കിലും സ്വലാത്ത് 300 സ്വലാത്ത് പതിവാക്കിയാൽ അവർക്ക് അത്ഭുതങ്ങൾ കാണാമെന്നാണ്. മുത്തനബി തങ്ങൾ സ്വപ്നത്തിൽ കാണാമെന്നാണ്. ഇന്ന് ഞാൻ പറയുന്ന സ്വലാത്ത് 300 ചൊല്ലാനൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഒരു തവണ ചൊല്ലിയാൽ, എന്റെ പ്രിയമുള്ള ഉമ്മമാര് കേട്ട് പഠിച്ച് ഒരൊറ്റ തവണ ചൊല്ലിയാൽ, രാവിലെ സ്വർഗ്ഗ നമസ്കാരം കഴിഞ്ഞു ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ കാവല് മഗ്രിബ് വരെ ഉണ്ടാകും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഒരെണ്ണം ചൊല്ലിയാൽ ഉറപ്പാണ് സുബഹി വരെ റബ്ബ് നിങ്ങളുടെ കാവലിലാണ്, റബ്ബിന്റെ കരവലയത്തിലാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസങ്ങളും ഇല്ല, ഒരു നൊമ്പരങ്ങളും ഇല്ല, ഒരു സങ്കടങ്ങളും ഇല്ല. എല്ലാം അള്ളാഹുവിന്റെ റാഹത്തിലായി നമുക്ക് കിട്ടും ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ. മാത്രമല്ല, ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നവൻ രക്ഷപ്പെടുമെന്ന് മഹാരഥന്മാർ. റബ്ബിന്റെ കോപം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ കോപം നമുക്കുണ്ടായാൽ വജബത്ത് ലഹുന്നാർ, അവന് നരകം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ആരംഭപ്പൂവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം ഉണ്ടാവില്ല. അള്ളാഹു സ്വർഗ്ഗപ്രവേശനം തരട്ടെ. മൂന്നാമത്തെ നേട്ടം, ഈ സ്വലാത്ത് ഇങ്ങനെ പതിവാക്കിയാൽ, അധികരിപ്പിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് തരുമെന്നാണ്. അള്ളാഹിന്റെ കാരുണ്യം നമുക്ക് കിട്ടുമെന്നാണ്. ആ കാരുണ്യം നമുക്ക് കിട്ടിയാൽ ഉറപ്പായും ഒരുവൻ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയാൽ അവന് സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നാലാമത്തെ നേട്ടത്തെ പറ്റി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, മോശം കാര്യങ്ങളിൽ നിന്നും കാവലുണ്ടാവും. മോശം കാര്യങ്ങളിൽ നിന്ന് കാവലാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യർ ബലഹീനരാണ്, തെറ്റുകളൊക്കെ സംഭവിക്കുന്നേ. പക്ഷെ ഈ സ്വലാത്ത് നമുക്ക് തെറ്റുകളിൽ നിന്ന് അകലാനുള്ള ഒരു പരിചയമാണെന്ന് ആരംഭപ്പൂവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. തെറ്റുകളിൽ നിന്നൊരു കാവല്. മാത്രമല്ല, ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് എവിടെയെങ്കിലും പോയാൽ ആ ഇറങ്ങുന്ന വഴിയിൽ ഫത്ഹാണ്, വിജയമാണ്, സന്തോഷമാണ്, അവന് റാഹത്തായ റിസൾട്ടുകൾ കിട്ടുമെന്ന് മഹത്തുകൾ രേഖപ്പെടുത്തുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്ത് നമ്മൾ സ്ക്രീനിൽ കാണിക്കും. ഇത് കൂടെ ഒന്ന് ചൊല്ലിക്കോളിൻ, ഇത് പതിവാക്കിക്കോളിൻ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദി
سيدنا محمد السابق الخلق نوره ورحمة للعالمين ظهوره عدد من مضى من خلقك ومن بقي ومن سعد منهم ومن شقي صلاة تستغرق العدة وتحيط بالحد صلاة لا غاية لها ولا منتهى ولا انقضاء صلاة دائمة بدوامك وعلى آله وصحبه وسلم تسليما مثل ذلك. ഒന്നുകൂടി കേട്ടോ. اللهم صل على سيدنا محمد السابق للخلق نوره ورحمة للعالمين ظهوره عدد من مضى من خلقك ومن بقي من سعد منهم ومن شقي صلاة تستغرق العبد وتحيط بالحبد صلاة لا غاية لها ولا منتهى ولا انقضاء صلاة دائمة بدوامك وعلى آله وصحبه وسلم تسليما مثل ذلك. ഏറെ അജബുകൾ നിറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പറയുന്ന, റബ്ബിന്റെ വലിയ കരുണയെ ചോദിക്കുന്ന, റബ്ബിന്റെ വലിയ പൊരുത്തത്തെ ചോദിക്കുന്ന, പാപമോചനത്തെ ചോദിക്കുന്ന അർത്ഥആശയങ്ങൾ വരുന്ന ഈ സ്വലാത്ത്. ഉസ്താദ് ഇത്രയും വലിയ സ്വലാത്തോ? നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വലിയ സ്വലാത്തായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് താജ് സ്വലാത്ത് കേൾക്കുമ്പോൾ അതിന്റെ മഹത്വം നമുക്ക് ഒറ്റ ക്ലാസ്സിൽ പഠിക്കാം. താജ് സ്വലാത്ത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത്രയും വലിയ സ്വലാത്ത്, പക്ഷെ ചൊല്ലി തഴക്കം വന്ന അതിങ്ങനെ മധുരമായി തോന്നും. അതിങ്ങനെ നാവിലൂടെ തേൻ നുകരുന്നത് പോലെ നമുക്ക് തോന്നും. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. അള്ളാഹ് കബൂലാക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചകളും പറഞ്ഞു തരാറുണ്ട്, ഉമ്മമാരെ സൂറത്തുൽ കഹ്ഫ് മുടക്കല്, വാപ്പമാരെ കഹ്ഫ് മുടക്കരുത്. എത്ര തിരക്കാണെങ്കിലും ജോലി സ്ഥലത്തെങ്കിലും ഇരുന്ന് സൂറത്തുൽ കഹ്ഫ് ഒരു വട്ടം പാരായണം ചെയ്യണം. അത് വലിയ സന്തോഷമാണ്. അടുത്ത ജുമഅ വരെ വലിയ കാവലാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. സ്വലാത്ത് ഈ സ്വലാത്ത് ആകണമെന്നില്ല, അറിയാവുന്ന ഏത് സ്വലാത്തും ഒരു 300 എണ്ണം തികച്ചേക്കുക. അതൊരു വലിയ പൊരുത്തമാണ്. അതോടൊപ്പം ജുമഅയുടെ കുളി കുളിക്കുമ്പോൾ, ജുമഅയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്ന നിയ്യത്ത് വെച്ചോണം എല്ലാവരും കുളിക്കും. ഉമ്മമാർ കുളിക്കുമ്പോഴും, മക്കളെ കുളിപ്പിക്കുമ്പോഴും, ഭർത്താക്കന്മാർ കുളിക്കുമ്പോഴും, സഹോദരങ്ങൾ വാപ്പമാർ കുളിക്കുമ്പോഴൊക്കെ വരും. ആണും പെണ്ണും എല്ലാവരും ജുമഅയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്ന നിയ്യത്ത് വെക്കുക. ഇപ്പൊ ജുമയ്ക്ക് മുമ്പ് കുളിക്കണമെന്നില്ലല്ലോ. രാവിലെ ജോലിക്കുമ്പോൾ കുളിച്ചോണ്ടായിരിക്കും പോകണം. അപ്പൊ പോകുന്ന സ്ഥലത്ത് എവിടെയാണ് ജുമയ്ക്ക് കയറില്ല, അപ്പൊ കുളിക്കുമ്പോൾ നിയ്യത്ത് വെച്ച് കുളിക്കുക. അതോ നല്ല സുഗന്ധം പുരട്ടുക. ഉമ്മമാരെ നേരത്തെ ആ നിസ്കാര പൈലേക്കൊന്ന് വരിൻ, എന്നിട്ട് കുറച്ച് ദിക്റൊക്കെ ചൊല്ലിൻ. അവിടെ വാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കും, എന്നിട്ട് അവിടെ തന്നെ ഇരിക്കും. ഉസ്താദിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും. അതൊക്കെ വലിയ നേട്ടമാണ്. സ്വതക്കുകൾ വികരിപ്പിക്കും. ഒരാൾക്കെങ്കിലും വെള്ളിയാഴ്ച ഒരു സ്വതക്ക കൊടുക്കാൻ നിങ്ങൾ മനസ്സ് വെക്കും. നമുക്കറിയാം, ആർക്കെങ്കിലും കൊടുത്താൽ മതി, കഴിയുന്നത് സ്വതക്ക കൊടുക്കും. ഖുർആനിക പാരായണങ്ങൾ വികരിപ്പിക്കും. മരണപ്പെട്ടവർ ഉപ്പമാരെ പള്ളിയിൽ പോകുമ്പോൾ മക്കളെയും കൂട്ടി ഖബർ സിയാറത്തൊന്ന് ചെയ്യൻ. അതൊക്കെ നമ്മൾ വലിയ കൽബിന് വലിയ നേട്ടങ്ങളാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ്, അതോടൊപ്പം ഞാനൊരു ബൈത്ത് പറയാറുണ്ട്, എല്ലാ ആഴ്ചയും പറയാറുണ്ട്. ഇത് വെള്ളിയാഴ്ച മാത്രം ചൊല്ലാൻ നേട്ടമുള്ളതല്ല, എപ്പോഴും ചൊല്ലാം. ഇത് പതിവാക്കുന്നവർ തൗബയില്ലാതെ മരണപ്പെടൂലെന്നാണ്. ഉറപ്പിച്ചോ, തൗബയോടുകൂടി മരണപ്പെടാൻ കഴിയും. ഈ 4 വരി പാട്ട്, ഈ 4 വരി ബൈത്ത് നമ്മൾ കൽബിലേക്ക് മനഃപ്പാടമാക്കിയാൽ എപ്പോഴും ചൊല്ലാം. ഉറപ്പിച്ചു വെച്ചോ, ഇത് പതിവാക്കുന്നവർക്ക് ഈമാനില്ലാതെ മരണം കിട്ടൂല, തൗബയില്ലാതെ മരണം കിട്ടൂല. ഏതാണ്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി യഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഒന്നുകൂടി കേട്ടോ. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി യഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. അത് മാത്രമല്ല, അതോടൊപ്പം അസ്ർ നമസ്കാരം കഴിഞ്ഞ്, വെള്ളിയാഴ്ച അസ്ർ നമസ്കാരം കഴിഞ്ഞ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് 80 വട്ടം ചൊല്ലിയാൽ അവന്റെ ആയുസ്സിൽ സംഭവിച്ച 80 വർഷത്തെ പാപങ്ങളെ പൊറുക്കുമെന്ന്. ഏതാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമാ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമാ. 80 വട്ടം ചൊല്ലിക്കോളിൻ. ഈ വെള്ളിയാഴ്ചകളൊക്കെ പരിഗണിക്കൻ, പിണക്കങ്ങൾ മാറ്റി, പൊരുത്തങ്ങൾ ചോദിക്കൻ, മാതാപിതാക്കളുടെ പൊരുത്തങ്ങൾ അതൊക്കെ തരട്ടെ, ബന്ധുമിത്രാദികളുടെ പൊരുത്തങ്ങൾ തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഴിവതും ഇബാദത്ത് കൊണ്ട് വെള്ളിയാഴ്ച രാവിലെയും പകലിനെയും നിങ്ങൾ ഒരുപാട് സ്വീകാര്യത വരുത്തുക. വെള്ളിയാഴ്ച രാവിലെ പകലിലോ മരിക്കുള്ള ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. അവരുടെ എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രധാനിക്കുമാറാകട്ടെ. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഇസ്ലാമിക ചരിത്ര കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന
ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഇസ്ലാമിൽ നമ്മൾ കേട്ട് മറന്നുപോയ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കഥകൾ, ചരിത്രങ്ങൾ ചെറിയ സമയത്തിൽ, കുറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്നുണ്ട്. അത് കേൾക്കാൻ, മക്കളെ കേൾപ്പിക്കാൻ, അതൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ആ ചാനലിന്റെ പേര്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് രാത്രി 9 മണിക്ക് ബദറിൻ തീരം ആത്മീയ മജ്ലിസ് എന്നൊരു ലൈവ് മജ്ലിസ് ഉണ്ട്. അതിന്റെ ആ ചാനലിന്റെ ഒക്കെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റെടുക്കുക, സ്വീകരിക്കുക, ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.